എൻ്റെ അമ്മോ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ വർഷമല്ല ഇത്ര ഇതായത്. നമസ്കാരം, കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിലെ മറ്റൊരു അത്ഭുതമായ മൗണ്ട് ഹെർമോണിലാണുള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രിയല്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. മൗണ്ട് ഹെർമോൺ വരെ ഞങ്ങൾ എത്തിയത് റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ല, തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഓൾമോസ്റ്റ് 2-3 ഉള്ളൂ ടെമ്പറേച്ചർ. ഭയങ്കര തണുപ്പാണ്. ഇവിടെ മൊത്തം മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. മൗണ്ട് ഹെർമോണിൻ്റെ കാഴ്ചകൾ അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെറാൾഡ് ഇവിടെ കൊച്ചു പിള്ളേരെ പോലെ ഐസ് വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭയങ്കര കാഴ്ച തന്നെ കേട്ടോ മൗണ്ട് ഹെർമോൺ. ഇസ്രായേലിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൗണ്ട് ഹെർമോൺ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. കഴിഞ്ഞ വർഷത്തൊക്കെ അപേക്ഷിച്ച് ഭയങ്കര മഴയുണ്ട് ഇക്കൊല്ലം. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. നന്നായിട്ട് സ്നോഫോൾ ഉണ്ട്. കാണാമല്ലോ, മലനിരകൾ നിറയെ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ ഉറപ്പായിട്ടും കൂടുതൽ ഇനി മഞ്ഞ് പെയ്യും. കാര്യം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. സോ എല്ലാവരും തന്നെ വരാൻ ശ്രമിക്കുക. ഇതാണ് ഇവിടുത്തെ കേബിൾ കാർ സ്റ്റേഷൻ. ഈ കേബിൾ കാർ വഴിയാണ് നമ്മൾ മൗണ്ട് ഹെർമോണിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അവിടെയാണ് ശരിക്കും മൗണ്ട് ഹെർമോണിൻ്റെ ആ ഒരു പീക്ക് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്നലെ നൈറ്റല്ല, ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാണ് പുറപ്പെട്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചുമ്മാ ഫ്രൈഡേ ആയിട്ട് ഒരു പെക്കൊക്കെ അടിച്ച് കമ്പനി അടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ചിന്ത ഉണ്ടായത്. എന്നാൽ പിന്നെ മൗണ്ട് ഹെർമോൺ ഒന്ന് കാണാൻ പോയേക്കാം. അടുത്ത ആഴ്ച ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഞാനും ട്രിപ്പ് വെച്ചിട്ടുണ്ട്, ജെറാൾഡും ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ജനുവരി 17-നുണ്ട്, ഫെബ്രുവരി 14-നും ഉണ്ട് ട്രിപ്പ്. അപ്പോൾ ജെറാൾഡിൻ്റെ ട്രിപ്പും ഉണ്ട്, എൻ്റെ ട്രിപ്പും ഉണ്ട്. എല്ലാവരും ട്രിപ്പുമായിട്ട് സഹകരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിജോ ചേട്ടൻ അങ്ങ് അറ്റത്ത് നടന്നു വരുന്നുണ്ട്. ആർക്കും വയ്യാട്ടതേ. സെനുവൊക്കെ ചുമ്മാ തള്ളിക്കൊണ്ട് വരുവാ. പണ്ട് ഞാൻ മൗണ്ട് ഹെർമോണിൽ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ലിജോ ചേട്ടൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ലിജോ ചേട്ടൻ ഏകദേശം ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇസ്രായേലിൽ. സോ പുള്ളി ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തന്നെ ഇതാണ് മൗണ്ട് ഹെർമോൺ. ഒരുപാട് കാഴ്ചകളുണ്ട് മൗണ്ട് ഹെർമോണിൽ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളായിട്ടുള്ള നമ്മൾ ഒരിക്കലും ഇതുപോലത്തെ ഇസ്രായേലിലെ കാഴ്ചകൾ മിസ് ചെയ്യരുത്. കാര്യം നമുക്ക് ഒരിക്കലല്ലേ ഇസ്രായേലിൽ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ മിസ് ചെയ്യാതിരിക്കുക. അത് കണ്ടോ, മൗണ്ട് ഹെർമോണിൽ മഞ്ഞ് പെയ്ത് ഇറങ്ങുന്ന കാഴ്ച കണ്ടോ? നിങ്ങൾ ആ മുകളിൽ കാണുന്നില്ലേ, അതെല്ലാം മിലിറ്ററിയുടെ പിക്കറ്റ് പോയിന്റുകളാണ് കേട്ടോ. ഇസ്രായേൽ മിലിറ്ററിയുടെ നോർത്തേൺ ഇസ്രായേലിൽ സിറിയയായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയാണ് മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്നത്. മൗണ്ട് ഹെർമോണിൻ്റെ ബേസ് ക്യാമ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കേബിൾ കാറിലാണ് നമ്മൾ മൗണ്ട് ഹെർമോണിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരുപാട് ജനങ്ങളുണ്ട്. സോ ഇന്ന് അവർ അലോ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനത്തെ കുറേ റൈഡുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ അഡീഷണൽ നമ്മൾ പേ ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഇത് വലിയൊരു സെറ്റപ്പല്ല. ഈ റൈഡിങ്ങനെ പോയിട്ട് ഇതിലിങ്ങനെ കറങ്ങി വരുന്നതുള്ളൂ. പക്ഷേ അപ്പുറത്തൊരു സ്നോ ബൈക്കിംഗ് ഉണ്ട്. അതിൻ്റെ കറക്റ്റ് വേർഡ് അതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പറയാം. എന്നാൽ ഞങ്ങൾ അതിനകത്ത് കയറാനുള്ളൊരു പദ്ധതിയാണ്. കാര്യം ഇതുവരെയും നമുക്ക് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തില്ല. കേബിൾ കാർ പോകുന്നുണ്ട് ആക്ച്വലി, പക്ഷേ അത് ആളുകൾ കയറ്റാൻ തുടങ്ങിയില്ല. സോ ഇന്നത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ വരുന്ന ബൈക്ക് ഉണ്ടോ, അതിൽ കയറാനായിട്ട് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാഴ്ച അവിടെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ഹെർമോൺ മൗണ്ടിൻ്റെ താഴെവശത്താണ്. ഇത് ആക്ച്വലി ഹെർമോൺ മൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളമില്ല, ഡ്രോപ്പിംഗ് വാട്ടർ അഥവാ മഞ്ഞുരുകി വരുന്ന വെള്ളം ചാലുകൾ വഴി ഈ ഒരു തടാകത്തിൽ എത്തിച്ചിരിക്കുകയാണ്. കൈയുണ്ടല്ലോ തണുത്ത് വിറച്ച് മരച്ച് പണ്ടാരടങ്ങി. ഞങ്ങളിതാ ഈ ഒരു ട്രെയിനിൽ കയറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആൽഫൈൻ റൈഡ് എന്നാണ് ഇവരിതിന് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇതിനെ മൗണ്ടൈൻ ട്രെയിൻ എന്ന് വിളിക്കാം. എന്തായാലും അടിപൊളിയാണ്. 45 ഷെക്കലാണ് കേട്ടോ ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. ഇത് ടൂർ പ്രോഗ്രാമുകൾ വയ്ക്കുന്ന ഒരു ഗ്രൂപ്പും തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് അഡീഷണൽ 45 ഷെക്കൽ കൊടുത്ത് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ്. ടൂർ ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിൽ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് പറ്റും. നമ്മുടെ ബോയ്സ് അവിടെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും സെനു കൂടെ എവിടെയോ കള്ളം കുത്തി കയറിയിട്ടുണ്ട് ഇടയ്ക്ക്.
സെനുവിന് അതെ നിൽക്കും സെനു. സെനു അവിടെ ശ്രീലങ്കക്കാരികളോട് കമ്പനി അടിച്ച് നൈസായിട്ട് അതിനുള്ളിൽ കയറി നിൽപ്പുണ്ട്. നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 45 ഷെക്കലാണ് ഒരാൾക്ക് പേയ്മെന്റ് വരുന്നത്. ചേട്ടാ ഒന്നും പേടിക്കാനല്ല, എന്നെ കൊണ്ട് ഒറ്റ ചാട്ടം ചാടിയാൽ മതി കേട്ടോ. ഈ വട്ടറാണോ നിങ്ങളുടെ പുറകെ വരുന്നേ? ഇത് കൊള്ളാം. ഇതൊരു മസ്റ്റ് ട്രൈ സംഭവമാണ്. അതായത് ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാര്യം ഒരു വല്ലാത്ത അനുഭവം തന്നെ കേട്ടോ. ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കാണ്. തിരിച്ചിത് ഇറങ്ങി വരുന്നുണ്ടോ അവിടെ. ആ ഇറങ്ങി വരുന്ന സമയത്ത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് കൈ കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ബ്രേക്സ് ഉണ്ട്. ആ ബ്രേക്കിൽ നമ്മൾ സ്പീഡ് മുമ്പോട്ടാക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാം, പുറകോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയും. സോ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് സാരം. അതുകൊണ്ടോ അവിടുന്ന് ആൾക്കാർ ജെറ്റിട്ടാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഇതിനുണ്ടല്ലോ. കൃത്യമായിട്ട് കൺട്രോൾ യൂണിറ്റുകളും സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ട്രെയിനിൽ പോകുന്ന ഒരു ഓപ്പൺ ട്രെയിനിൽ ഇരുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ശരിക്കും കിട്ടുന്നത്. എന്റെ പൊന്നോ, തണുത്തിട്ട് ഒരു രക്ഷയില്ല. വേറൊരു കാര്യമുണ്ട്, അവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ റിസ്കിലാണ്. ഫോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പറയരുന്ന് പ്രത്യേകിച്ചും പറഞ്ഞായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ സംഭവമാണ്. ഈ പാളത്തിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പം ഇതിന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, പോയി അത്ര തന്നെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ട് ഹെർമോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഭംഗിയുള്ള ഒരു വ്യൂ കിട്ടും. ഇതാ ജെറാൾഡ് അവിടെ ബ്രേക്ക് അടിച്ച് നിൽക്കുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്ത്. ജെറാൾഡേ, ജോബിനെ, എടാ നിക്കടാ, ഞങ്ങള് പറഞ്ഞടാ, എടാ ബ്രേക്ക് ഇടിക്കടാ പൊട്ടാ. ഇതാ ജെറാൾഡ് പോകുന്നു. ജെറാൾഡിനിട്ട് ജോബിന് ഇടി കൊടുത്ത്. ഇതാ എന്തോ ഫോണിൽ പറയുന്നുണ്ട്. നമ്മൾ തെറി പറഞ്ഞാൽ പോലും മനസ്സിലാക്കാനുള്ള ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും. ഇപ്പം നമ്മുടെ ഡ്രൈവും ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഫോണും ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഡ്രൈവ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഇതിൽ പിടിച്ച് വലിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ലിവർ ഇപ്പുറത്ത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കൈ വിട്ട് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആവും. അത് ജസ്റ്റ് നമ്മൾ വളരെ ഈസി ആട്ടോ, ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇച്ചിരി പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് വലിയ റിസ്ക് എടുക്കാതിരിക്കുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പടത്തിൽ പറയുന്ന പോലെ സ്പീഡ് പേടിയുള്ളവർ ഒന്ന് സൂക്ഷിക്കുന്നതല്ലായിരിക്കും. പക്ഷെ 2 പേർക്ക് ഇരിക്കാം കേട്ടോ. ഇപ്പം എന്നെ പോലത്തെ വലിയ സൈസുള്ള ആൾക്കാരാണെങ്കിൽ 2 പേർക്ക് ഇരിക്കാനായിട്ട് അവർ അലോ ചെയ്യത്തില്ല. സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുപോലെ തണുപ്പ്. സൈസുള്ള ആൾക്കാരാണെങ്കിൽ 2 പേർക്ക് ഇരിക്കാനായിട്ട് അവർ അലോ ചെയ്യത്തില്ല. അല്ല മീഡിയം സൈസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കയറിപ്പോയ വഴിയില്ലേ, കുറച്ച് സ്പീഡിലങ്ങ് ഓടിക്കട്ടെ. എന്തായാലും ആൾക്കാർ പേടിച്ചായിരിക്കുന്നത് കേട്ടോ. ഇതൊരു എന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, മൗണ്ട് ഹെർമോണിൽ വരുന്ന ഒരാൾ പോലും ഈ റൈഡ് മിസ് ചെയ്യരുത്. പറ്റുന്നില്ല, തണുപ്പ് കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം മൗണ്ട് ഹെർമോണിൽ വരുന്ന ഒരാൾ പോലും ഈ റൈഡ് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാര്യം അത്രയും സൂപ്പർ റൈഡാണ്. 45 ഷെക്കൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം, നിസ്സാര പൈസയല്ലേ ഉള്ളൂ. കാരണം ഈ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും ഒരു റൈഡിലും കിട്ടത്തില്ല. മേ ബി ലോകത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്തായാലും ഇവിടെ കിട്ടുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, കിടിലൻ എക്സ്പീരിയൻസ്. ഇവിടെ അവർ എഴുതി വെച്ചാൽ ഗോ സ്ലോ. കാര്യം നമ്മളവിടെ നിർത്തുന്ന സ്ഥലമായിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇവിടെ ജെറാൾഡൊക്കെ ഓൾറെഡി വന്നതാ നിപ്പുണ്ട്. ലിജോ ചേട്ടനുണ്ട്, ജെറാൾഡുണ്ട്. വണ്ടി നിന്ന് പോയി ചേട്ടാ.
കൈ നീട്ടിയാണോ? ലിഫ്റ്റ് അടിക്കാനാണോ? ഇവിടുന്ന് ചാടണോ ഞാനിനി? ചേട്ടാ ശരിക്കും ഇവിടെ വരുന്ന എല്ലാവരും ഇത് വൺസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം അല്ലേ? എന്താ അഭിപ്രായം? എന്റെ പൊന്നേ ആണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറേ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക് മെഷീനാണ്. നമ്മൾ ടിക്കറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര പേരാണോ അത്രയും പേരെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്മാർട്ട് ഫോണിൽ ആപ്പിൾ പേ വെച്ച് പേ ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് പേ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളേ. ഇതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഈ പോകുന്ന കേബിൾ കാറിൽ കയറിയിട്ട് മൗണ്ട് ഹെർമോണിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള മൗണ്ട് ഹെർമോൺ അഥവാ ഹെർമോണിൻ്റെ മുകൾ വശത്തേക്ക് പോകാനായിട്ടുള്ള ക്യൂ ആണ് ഇതാ കാണുന്നത്. ഇത്രയും വലിയ ക്യൂ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ക്യൂ നിന്ന് ഇതുപോലെ കേബിൾ കാറിൽ പോയിട്ട് മുകളിലുള്ള കാഴ്ചകൾ കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചങ്ക് ബ്രോ സന്ദീപിൻ്റെ ബർത്ത്ഡേ ആണ്. സന്ദീപിൻ്റെ കേക്ക് മൗണ്ട് ഹെർമോണിൽ നിന്ന് മുറിക്കണം. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഇതോട്ടോ ഭീകര ക്യൂ ആട്ടോ കേബിൾ കാറിൽ കയറാനായിട്ടുള്ളത്. കണ്ടോ വേറൊരു കാഴ്ച ഉണ്ട്. മിലിറ്ററിയുടെ സ്പെഷ്യൽ വെഹിക്കിൾ കണ്ടോ ഈ സ്നോയിൽ കൂടെ ഓടിക്കാനായിട്ട്. ബിക്കോസ് ഇത് സിറിയയായിട്ട് അതിർത്തി പങ്കിടുന്ന ഏരിയയാണ് മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്നത്. സോ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വെഹിക്കിളാണത്. സേഫ് ആയിട്ടിരിക്കാണോ നടക്ക് കയറിയിരുന്നേ? ഓ നീ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഇത് കൊള്ളാം എന്തായാലും. പക്ഷെ നമുക്ക് ഇതിന് വിസിബിലിറ്റി കുറവാണ്. ഇത് ക്ലീനല്ലാത്തോണ്ട് അത് ഓപ്പൺ ചെയ്തൊക്കെ സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റും. തുറക്കാൻ പറ്റൂടാ? എന്തേ? അപ്പൊ താഴോട്ട് എന്ത് ചെയ്യും? താഴോടെ തല സന്ദീപ് മാറിക്കേ. പോസ് പോസ് അനക്കാതിരുന്നാ കുഴപ്പമില്ല അല്ലേ? നീ ഒരു മാനസിക രോഗി എന്നാ പറഞ്ഞു വരുന്നത്. ഇത് മുകളിൽ കാണുന്നില്ലല്ലോ. മുകളിലേക്ക് എത്തട്ടെ. അങ്ങോട്ട് ഒരു വളവും കൂടെ കഴിഞ്ഞായി. ഈ സ്റ്റോപ്പ് ഞാൻ അടുത്തത് നമ്മുടെ സ്റ്റോപ്പ്. ഓ ഈ കമ്പനി എന്താ എടുപ്പിക്കണം? അടുത്ത കമ്പി മഞ്ഞ് നോക്കിയടാ, ഐസ് നോക്കിയടാ. ഞങ്ങളിത് അവിടെ എത്തിയട്ടോ, മുകളിലെത്തി. ഓ അത് നമ്മൾ വന്ന ആ ഒരു ബ്രിഡ്ജൊക്കെ ഇരുന്ന് കണ്ടില്ലേ? എന്റെ പൊന്നോ, താഴെ മോളുമായിട്ടില്ലേ ആന ആട് പോലത്തെ വ്യത്യാസം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലത്തെ ക്ലൈമറ്റ്, മാരക ക്ലൈമറ്റ്. ഓ ഇതാണ് വരണ്ട സ്ഥലം. തെന്നി വീഴും എന്റെ പൊന്നോ. കേട്ടോ എന്റെ അമ്മ, ശരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ശബ്ദം കാരണം. അവന്മാരൊക്കെ അവിടെ. സന്ദീപേ വാ, പേടിയൊക്കെ മാറിയില്ല. ഇനി പേടിക്കാൻ നടക്കത്തില്ലേ? ചേട്ടൻ താഴോട്ട് വാ. ഇവിടുന്ന് അങ്ങോട്ട് ഇതങ്ങനെ കിടക്കുവാണ് ഈ ഏരിയ താഴോട്ട്. ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇത് തണുത്തുറഞ്ഞു കിടക്കുന്ന ഐസാട്ടോ ഇവിടെയൊക്കെ. ഇത് കേട്ടോ, ഓ
ഇതാണ് കാഴ്ച, ഇതാണ് കാണേണ്ട കാഴ്ച. ഇത് കണ്ടോ, നടന്ന് മൊത്തം തെന്നി കിടക്കും കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന്, ഇവിടെ മണ്ണുണ്ട്, ഉപ്പോ ജസ്റ്റ് ഒന്ന് തെന്നിയാ പിന്നെ താഴെ പോയി നോക്കിയാൽ മതി. എൻ്റെ അമ്മോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ വർഷമല്ല കേട്ടോ ഇത്ര ഇതായത് അല്ലേ, ഇത്ര മഞ്ഞ് ഇല്ല ഇല്ലെന്നാണ് മൊത്തത്തിലുള്ള അറിവ്. ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നില്ലായിരുന്നു. എന്നാലും ഇതാ താഴേന്ന് കയറി വരുന്ന റോഡല്ലേ, താഴേന്ന് വരുന്ന റോഡ്. ഐസ് വീഴ്ത്തല്ല. എന്റെ പൊന്നോ, അണ്ണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഐസായി പോട്ടോ, അവിടെ ഫ്രീസായി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റത്തില്ല. അതുപോലെ സെക്കൻഡ് കൊണ്ട് അവിടുത്തെ ക്ലൈമറ്റ് മാറുന്നേ, സെക്കൻഡ് കൊണ്ട് നമുക്ക് ഐസായി പോകുന്നു. നമ്മള് കൈയൊക്കെ വിറച്ചെന്ന് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ, റോഡ് കണ്ടാ ഐസ് തറഞ്ഞു കിടക്കുന്നുണ്ടാ. ഇവിടുന്ന് പോയി തീർന്നു. ഇവിടുന്ന് പോയ പിന്നെ നോക്കണ്ട അടുത്ത ഇതിന്. അയ്യോ, ഇത് തന്നെ ചെടിയാണ്, ചെടി ഐസായിപ്പോ അല്ലേ. ചെടികളെല്ലാം കണ്ടോ ഐസായിട്ട് നിൽക്കുന്നേ. നമ്മളീ കാണുന്നില്ലേ, ഇതൊരു ബോർഡർ ക്രോസിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് സിറിയയാണ്. അവിടെ നിങ്ങൾ പിക്കറ്റ് പോസ്റ്റ് കണ്ടോ, സിറിയൻ മിലിറ്ററിയുടെ പിക്കറ്റ് പോസ്റ്റാണത്. ഒന്ന് ആലോചിച്ച് നോക്കിയാലേ എന്തുമാത്രം തണുപ്പായിപ്പോൾ ഇവിടെ എന്നറിയുമോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇന്ത്യൻ മിലിറ്ററിയൊക്കെ എന്ത് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണല്ലേ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും ബോർഡറിൽ ജോലി ചെയ്യുന്നതും പോരാടുന്നതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ വരെ ഇസ്രായേലുള്ളൂ, ഇതിൻ്റെ അപ്പുറത്ത് സിറിയയാണ്. ആ കാണുന്നത് സിറിയൻ പട്ടാളക്കാരാണ്. മൗണ്ട് ഹെർമോണിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഡോണ്ട് മിസ് യുവർ ചാൻസ്. ഈ വർഷം തന്നെ എല്ലാവരും മൗണ്ട് ഹെർമോണിൽ വരാൻ ആയിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് എല്ലാ വർഷവും നമുക്ക് ഇതുപോലത്തെ നല്ല ക്ലൈമറ്റ് കിട്ടിക്കോളുന്ന നിർബന്ധമില്ല. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് കാശ്മീരാണെന്ന്. അത് സത്യമാണ്. ഇതൊരു കാഴ്ച തന്നെയാണ്, വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നന്ദി, നമസ്കാരം.